ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമായി 57 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10,60,00,000-ൽ പരം വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസിയിൽ നാളെ തിരഞ്ഞെടുപ്പ് നടക്കും. ഒഡീഷ നിയമസഭയിലെ ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജെഡിയും ബിജെപിയും തമ്മിലാണ് പ്രധാന മത്സരം. റമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് അസം, മണിപ്പൂർ, മേഘാലയ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തി. തന്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുരന്ത ബാധിതരോടൊപ്പമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച 45 മണിക്കൂർ നീണ്ട ധ്യാനം 2ാം ദിവസവും തുടരുന്നു. നാളെ ധ്യാനം അവസാനിപ്പിക്കുന്ന പ്രധാനമന്ത്രി വൈകുന്നേരത്തോടെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് സൂചന. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്നു മുതൽ ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര പരിസരത്ത് പഞ്ചമൃഗ ബലി നടന്നെന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണിതെന്നും ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ക്ഷേത്ര ഭരണസമിതിയും പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ജസ്റ്റിസ് ഡയസ് ആണ് CBIയുടെ എതിർപ്പ് തള്ളി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. കോഴിക്കോട് ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മാലിന്യ ടാങ്ക് പരിശോധിക്കുന്നതിനിടെ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. ബാലുശ്ശേരി സ്വദേശികളായ റിനീഷ്, അശോകൻ എന്നിവരാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് രണ്ടാമത്തെയാൾ അകപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ കീം 2024ന്റെ പുതുക്കിയ പരീക്ഷാ തീയതിയും സമയവും പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 7.8% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2023-24 സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 8.2% ഉയർന്നു. നിർമ്മാണ, ഖനന മേഖലയിലെ മികച്ച പ്രകടനമാണ് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടാൻ കാരണമെന്ന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. കർണാടകയിൽ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയും ഹാസൻ MPയുമായ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. അർദ്ധരാത്രി ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങിയ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ കൊറിയൻ ജോഡികളായ SY കിമ്മിനെയും HY കോങ്ങിനെയും 18-21, 21-19, 24-22 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പച്ചത്തുരുത്തുകളുടെ വ്യാപനത്തിന് ഹരിത കേരള മിഷൻ ബൃഹത് പരിപാടികൾ നടപ്പാക്കും. 1000-ലധികം പുതിയ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഗ്രാമപഞ്ചായത്ത്, നഗരസഭകളിൽ ഓരോ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കാനാകും വിധം തൈകൾ നടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.